ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവരെയും പുതിയൊരു ദിവസത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇന്ന് നമ്മൾ വീണ്ടും പുതിയ നിയമത്തിലെ ഒരു പുസ്തകം കൂടി വായിച്ചു തീർക്കുകയാണ്. കർത്താവിൻ്റെ കരുണയാൽ തടസ്സം കൂടാതെ തന്നെ നമുക്കിവിടെ വരെ എത്തിച്ചേരാൻ സാധിച്ചു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുമല്ലോ, അതുമൂലം കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗം വായിച്ചാലോ? ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് വിശുദ്ധ മർക്കോസ് ശ്ലീഹായുടെ സുവിശേഷം അധ്യായം 16. യേശുവിൻ്റെ പുനരുത്ഥാനം. സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും അവനെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി. ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ അവർ ശവകുടീരത്തിങ്കിലേക്ക് പോയി. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൻ്റെ വാതിൽക്കൽ നിന്ന് കല്ലുരുട്ടി മാറ്റുക? എന്നാൽ അവർ നോക്കിയപ്പോൾ ആ കല്ല് ഉരുട്ടി മാറ്റിയിരിക്കുന്നു. അത് വളരെ വലുതായിരുന്നു താനും. അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു യുവാവ് വലതുഭാഗത്തിരിക്കുന്നത് കണ്ടു. അവർ വിസ്മയിച്ചു പോയി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. കുരിശിൽ തറയ്ക്കപ്പെട്ട നസ്രായന യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു. അവൻ ഉയിർപ്പിക്കപ്പെട്ടിരിക്കുന്നു, അവൻ ഇവിടെയില്ല. നോക്കൂ, അവർ അവനെ സംസ്കരിച്ച സ്ഥലം. നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക, അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുന്നു. അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും. അവർ ശവകുടീരത്തിങ്കിൽ നിന്ന് പുറത്തിറങ്ങി ഓടി. എന്തെന്നാൽ അവർ പേടിച്ച് വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു. അവർ ആരോടും ഒന്നും പറഞ്ഞില്ല. അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു. ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നു. ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു ആദ്യം മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഇവളിൽ നിന്നാണ് അവൻ 7 പിശാചുകളെ പുറത്താക്കിയത്. അവൾ ചെന്ന് അവനോട് കൂടി ഉണ്ടായിരുന്നവരെ വിവരമറിയിച്ചു. അവർ ദുഃഖത്തിലാണ്ട് വിലപിച്ചിരിക്കുകയായിരുന്നു. അവൻ ജീവിച്ചിരിക്കുന്നുവെന്നും അവൾക്ക് കാണപ്പെട്ടുവെന്നും കേട്ടപ്പോൾ അവർ വിശ്വസിച്ചില്ല. ഇതിനുശേഷം അവരിൽ 2 പേർ ഗ്രാമത്തിലേക്ക് നടക്കുമ്പോൾ അവൻ വേറൊരു രൂപത്തിൽ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ പോയി ബാക്കിയുള്ളവരെ വിവരമറിയിച്ചു. അവരെയും അവർ വിശ്വസിച്ചില്ല. ശിഷ്യഗണത്തിന് പ്രേക്ഷിത ദൗത്യം. പിന്നീട് അവർ 11 പേർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്തത് നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങു പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോട് കൂടെ ഈ അടയാളങ്ങളുണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കുകയും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. യേശുവിൻ്റെ സ്വർഗാരോഹണം. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംമോഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. സങ്കീർത്തന പുസ്തകത്തിനുള്ള വായന. അധ്യായം 44. പരാജിത ജനതയുടെ വിലാപം. ദൈവമേ, പൂർവ്വകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് വേണ്ടി അങ്ങ് ചെയ്ത പ്രവർത്തികൾ അവർ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ കേട്ടിട്ടുമുണ്ട്. അവരെ നട്ടുപിടിപ്പിക്കാൻ അവിടുന്ന് സ്വന്തം കരത്താൽ ജനതകളെ പുറത്താക്കി. അവർക്കിടം നൽകാൻ അവിടുന്ന് രാജ്യങ്ങളെ പീഡിപ്പിച്ചു. വാളുകൊണ്ടല്ല അവർ നാട് പിടിച്ചടക്കിയത്, കരബലം കൊണ്ടല്ല അവർ വിജയം വരിച്ചത്. അവിടുത്തെ വലത്തുകൈയും ഭുജവും മുഖപ്രകാശവും കൊണ്ടത്രേ. അങ്ങ് അവരിൽ പ്രസാദിച്ചു. അവിടുന്നാണ് എൻ്റെ രാജാവും ദൈവവും. അവിടുന്നാണ് യാക്കോബിന് വിജയങ്ങൾ നൽകുന്നത്. അങ്ങയുടെ സഹായത്താൽ ശത്രുക്കളെ ഞങ്ങൾ തള്ളി വീഴ്ത്തുന്നു. ഞങ്ങളെ ആക്രമിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ച് ചവിട്ടി മെതിക്കുന്നു. വില്ലിലല്ല ഞാൻ ശരണം വെച്ചത്, വാളിൽ എന്നെ രക്ഷിക്കാൻ കഴിയുകയുമില്ല. എന്നാൽ അവിടുന്ന് ഞങ്ങളെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു. ഞങ്ങളെ വെറുക്കുന്നവരെ സംഭ്രമിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തിൽ നിരന്തരം അഭിമാനം കൊണ്ടു. അങ്ങയുടെ നാമത്തിന് ഞങ്ങൾ എന്നും നന്ദി പറയും. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയുകയും അപമാനത്തിലാഴ്ത്തുകയും ചെയ്തു. ഞങ്ങളുടെ സൈന്യങ്ങളോടൊപ്പം വന്നതുമില്ല. ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റോടാൻ അവിടുന്ന് ഞങ്ങൾക്കിടവരുത്തി. അവർ ഞങ്ങളെ കൊള്ളയടിച്ചു. അവിടുന്ന് ഞങ്ങളെ കൊല്ലാനുള്ള ആടുകളെ പോലെയാക്കി. ജനതകളുടെ ഇടയിൽ ഞങ്ങളെ ചിതറിച്ചു. അവിടുന്ന് സ്വന്തം ജനത്തെ തുച്ഛവിലയ്ക്ക് വിറ്റു. അവിടുന്ന് അവർക്ക് വില കൽപ്പിച്ചില്ല. അവിടുന്ന് ഞങ്ങളെ അയൽക്കാർക്ക് അപമാനപാത്രവും ചുറ്റുമുള്ളവർക്ക് നിന്ദാവിഷയവും പരിഹാസപാത്രവുമാക്കി.
അവിടുന്ന് ഞങ്ങളെ ജനതകൾക്കിടയിൽ പഴമൊഴിയാക്കി. രാജ്യങ്ങൾക്കിടയിൽ ഞങ്ങൾ അവഹേളിതരായി. ദിവസം മുഴുവൻ എൻ്റെ അപമാനം എൻ്റെ മുമ്പിലുണ്ട്. ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്യുന്നു. നിന്ദകരുടെയും ദൂഷകരുടെയും വാക്കുകൾ കൊണ്ടും ശത്രുവിൻ്റെയും പ്രതികാരേച്ഛുവിൻ്റെയും ദർശനം കൊണ്ട് തന്നെ. ഞങ്ങൾ അങ്ങയെ മറന്നില്ല, അങ്ങയുടെ ഉടമ്പടിയോട് അവിശ്വസ്തത കാണിച്ചില്ല. എന്നിട്ടും ഇത് ഞങ്ങൾക്ക് സംഭവിച്ചു. ഞങ്ങളുടെ ഹൃദയം പിന്തിരിക്കുകയോ ഞങ്ങളുടെ കാലടികൾ അങ്ങയുടെ വഴി വിട്ടു മാറുകയോ ചെയ്തില്ല. എന്നിട്ടും അവിടുന്ന് ഞങ്ങളെ കുറുനരികളുടെ സങ്കേതത്തിൽ ചിതറിക്കുകയും കൂരിരുട്ടുകൊണ്ട് ഞങ്ങളെ മൂടുകയും ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ മറക്കുകയോ അന്യദേവന്റെ മുമ്പിൽ കൈകൾ വിരിച്ചു നിൽക്കുകയോ ചെയ്തിരുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ കണ്ണിൽപ്പെടാതിരിക്കുമോ? ഹൃദയ രഹസ്യങ്ങൾ അവിടുത്തേക്ക് അറിയാമല്ലോ. ഞങ്ങൾ അങ്ങയെ പ്രതി എല്ലായ്പ്പോഴും വധിക്കപ്പെടുന്നു. അറക്കാനുള്ള ആടുകളായി ഞങ്ങൾ കരുതപ്പെടുന്നു. കർത്താവെ, ഉണർന്നെഴുന്നേൽക്കണമേ. അവിടുന്ന് ഉറങ്ങുന്നതെന്ത്? ഉണരണമേ, എന്നേക്കുമായി ഞങ്ങളെ തള്ളിക്കളയരുതേ. അവിടുന്ന് മുഖം മറയ്ക്കുന്നതെന്ത്? ഞങ്ങൾ ഏൽക്കുന്ന പീഡനങ്ങളും മർദ്ദനങ്ങളും അവിടുന്ന് മറക്കുന്നതെന്ത്? ഞങ്ങൾ പൂഴിയോളം താണിരിക്കുന്നു. ഞങ്ങളുടെ ശരീരം നിലം പറ്റിയിരിക്കുന്നു. ഉണർന്ന് ഞങ്ങളുടെ സഹായത്തിന് വരണമേ. അവിടുത്തെ കാരുണ്യത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.